കല്യാണ സാരി കാഞ്ചീപുരത്ത് പോയി വാങ്ങിയ ഒരു വ്ളോഗ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് കിട്ടി. മാത്രമല്ല ഒരുപാട് പേര് എന്നോട് റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അത് വേർത്താണോ എന്നുള്ളത്. അതായത് നമ്മൾ കാഞ്ചീപുരത്ത് പോയി കാഞ്ചീപുരം സാരി മേടിക്കുന്നതും റീറ്റെയിൽ ഷോപ്സിൽ നിന്ന്, നമ്മുടെ നാട്ടിലുള്ള റീറ്റെയിൽ ഷോപ്സിൽ നിന്ന് കാഞ്ചീപുരം സാരി മേടിക്കുന്നതും തമ്മിൽ എന്താണ് ഡിഫറൻസ്, അത് വേർത്താണോ അങ്ങനെ പോയി മേടിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് മോസ്റ്റ്ലി ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ച ആൾക്കാരൊക്കെ അടുത്ത് തന്നെ കല്യാണമുള്ളവരോ കല്യാണം വരാനിരിക്കുന്നവരോ ആയിരിക്കും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലോണം റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സിറ്റുവേഷന് അത് സ്യൂട്ടബിൾ ആണെങ്കിലാണ് ആ ഡെസിഷൻ എടുക്കേണ്ടത്. ആ ഡെസിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഫാക്ടർ ടു കൺസിഡർ, കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഏറ്റവും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമായിരിക്കും ശരിക്കും ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇതിനുണ്ടോ എന്നുള്ളത്. അതായത് നമ്മൾ ട്രാവൽ ചെയ്ത് കാഞ്ചീപുരത്ത് പോയി അവിടെ നിന്ന് സാരി എടുത്തിട്ട് വരുമ്പോൾ തന്നെ ഒരു ട്രാവൽ കോസ്റ്റ് നമുക്ക് ആവുന്നുണ്ട്. ആ കോസ്റ്റിനെ കവർ ചെയ്യുന്ന ഡിസ്കൗണ്ട്സ് അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻ പലരും എന്നോട് ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസർ ഇസ് ഇറ്റ് ഡിപ്പെൻഡ്സ്. ആസ് സച്ച് കോസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു 20-40% വരെ റീറ്റെയിൽ ഷോപ്സിനെക്കാട്ടിലും ഡിഫറൻസ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറൗണ്ട് ഒരു 20-40%. ബിക്കോസ് കാഞ്ചീപുരം സാരികളുടെ സോഴ്സാണ് കാഞ്ചീപുരത്താണ് അത് നെയ്യുന്നത്. അപ്പോൾ അത് സോഴ്സാണ്. സോഴ്സിൽ നിന്ന് നമ്മുടെ റീറ്റെയിൽ സ്റ്റോഴ്സിലേക്ക് ആ സാരി എത്തണമെങ്കിൽ കുറേ കോസ്റ്റ്സ് ഇൻവോൾവ് ആണ്. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മറ്റ് ലോജിസ്റ്റിക്സ് കോസ്റ്റ്, പിന്നെ ഈ റീറ്റെയിൽ സ്റ്റോർ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ആണെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് മാർക്കപ്പ് വാല്യൂ വരും, പിന്നെ ഈ റീറ്റെയിൽ സ്റ്റോറിനുള്ള മാർജിൻ വരും. അങ്ങനെ കുറേ കോസ്റ്റ് ആഡഡ് ആയിട്ടുള്ള വിലയാണ് അതേ സെയിം സാരിക്ക് റീറ്റെയിൽ സ്റ്റോഴ്സിൽ വരാം. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. സോഴ്സിൽ ചെന്ന് വാങ്ങുമ്പോൾ ഈ കോസ്റ്റ് ഒന്നും ഇൻവോൾവ് ആവുന്നില്ല, ഈ മിഡിൽമെൻ്റെ കോസ്റ്റ് ഒന്നും ഇൻവോൾവ് ആവുന്നില്ല. ഉറപ്പായിട്ടും അപ്പോൾ ഒരു വില വ്യത്യാസം ഉണ്ടാവും, അറൗണ്ട് 20-40%. അത് മാത്രമല്ല, കോസ്റ്റിൻ്റെ കാര്യം കൺസിഡർ ചെയ്യാൻ മറ്റൊരു ഫാക്ടറാണ് ചാൻസ് ഓഫ് നെഗോഷിയേഷൻ. അതായത് നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീറ്റെയിൽ സ്റ്റോഴ്സിനെക്കാട്ടിലും കൂടുതൽ അത് സാധിക്കുന്നത് വീവേഴ്സിൻ്റെ നിന്ന് ഡയറക്റ്റ് തന്നെയായിരിക്കും. കാരണം റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ ഒരു പരിധിയുടെ അപ്പുറത്ത് നമുക്ക് വില കുറച്ച് തരാൻ പറ്റില്ല, കാരണം അവരുടെ മാർജിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിലപ്പുറം നമുക്ക് കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമാണ്. അതുകൊണ്ട് അവരത് ചെയ്യില്ല. കുറച്ച് തരുമായിരിക്കും, പക്ഷെ സ്റ്റിൽ ഈ കാഞ്ചീപുരത്ത് പോയി വീവേഴ്സിൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അത് വരില്ല. ഒന്നാമത്തെ കാര്യം കോസ്റ്റ് കുറവാണ്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ബാർഗെയിനിങ് ഓപ്ഷൻ അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ഓപ്ഷൻ കൂടെ കിട്ടുകയാണ്. ഇനി സെക്കൻഡ് ഫാക്ടർ, ക്വാളിറ്റി അല്ലെങ്കിൽ ഓതൻറ്റിസിറ്റി. ഇത് എല്ലാവർക്കും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷെ ഓബ്വിയസ്ലി നമ്മൾ നോർമൽ ഒരു സിൽക്ക് സാരി മേടിക്കുന്നതിനെക്കാട്ടിലും കാഞ്ചീപുരം സിൽക്ക് സാരി പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ തന്നെ അതിൻ്റെ കാഞ്ചീപുരം സാരീൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഓതൻറ്റിസിറ്റി കൊണ്ടാണ്. അതിൻ്റെ ഡ്യൂറബിലിറ്റി അതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ അത് പ്രിഫർ ചെയ്യുന്നത്, കല്യാണ സാരികൾക്ക് എസ്പെഷ്യലി. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് അത് ഏറ്റവും ഉറപ്പാക്കാൻ പറ്റുന്ന സ്ഥലം കാഞ്ചീപുരം തന്നെയാണ്. വീവേഴ്സ്, അതായത് ഹാൻഡ് വോവൺ ആയിട്ടും അല്ലാതെയുമുള്ള എല്ലാ തരത്തിലുള്ള സാരീസ് ഒതൻറ്റിക് ആയിട്ട് ഫുൾ ക്വാളിറ്റിയോടെ കിട്ടുന്ന സ്ഥലമാണ് കാഞ്ചീപുരം. അതിൻ്റെ അർത്ഥം സ്റ്റോഴ്സിൽ കിട്ടുന്നത് ഒറിജിനൽ കാഞ്ചീപുരം അല്ല എന്നല്ല. ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റിയുള്ള കാഞ്ചീപുരം സിൽക്ക് സാരീസ് സോഴ്സ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീറ്റെയിലേഴ്സാണ് കൂടുതൽ നമുക്കുള്ളത്. അതുകൊണ്ട് മോസ്റ്റ്ലി കാഞ്ചീപുരം സാരീസ് അവിടെയും പ്യുവർ ആയിട്ടുള്ളത് തന്നെയായിരിക്കും. പക്ഷേ വി കാൺ ഗ്യാരണ്ടി ദാറ്റ്. അഗൈൻ നമ്മൾ നെയ്ത്തുകാരെടുത്ത് പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ സം ഓഫ് ദം ഈവൻ പ്രൊവൈഡ് പ്യൂരിറ്റി സർട്ടിഫിക്കേഷൻ. അപ്പം നമുക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്, അതായത് ആ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഓതൻറ്റിക് ആണ് എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും ഓതൻറ്റിസിറ്റിയും ഉറപ്പാക്കാൻ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും കാഞ്ചീപുരത്ത് പോയി മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ നെക്സ്റ്റ് ഫാക്ടർ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ട്രാവൽ കോസ്റ്റ്സ് വേഴ്സസ് ദ ഡിസ്കൗണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ഈ കോസ്റ്റ് അഡ്വാൻറ്റേജ്, റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും കാഞ്ചീപുരത്ത് പോയി മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജ് നിങ്ങളുടെ ട്രാവൽ കോസ്റ്റിനെ കവർ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ട്രാവൽ കോസ്റ്റിനെക്കാട്ടിലും വേ അബവ് അല്ലെന്നുണ്ടെങ്കിൽ ആ പോകുന്ന യാത്ര മേ ബി ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് എഫേർട്ടായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടുന്ന അത്രയും എമൗണ്ട് തന്നെ ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ആവുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതേ സെയിം ക്വാളിറ്റിയുള്ള കാഞ്ചീപുരം സാരീസ് ഉള്ള സ്റ്റോഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് അത്ര ഒരു ഫീസിബിൾ ഓപ്ഷനായിട്ട് കൂട്ടാൻ പറ്റില്ല. അതിന് നമ്മൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. ഞാൻ എങ്ങനെയാണ് കാഞ്ചീപുരത്ത് പോയതെന്ന് ചോദിച്ചാൽ, ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ചെന്നൈ വരെ ട്രെയിനിന് പോയി, ചെന്നൈയിൽ നിന്ന് സിരിസേരി വരെ ഊബർ എടുത്തു. സിരിസയിൽ പോയതിൻ്റെ റീസൺ അവിടെ എൻ്റെ അമ്മായി ഉണ്ടായിരുന്നു. അമ്മായിനെ കൂട്ടിയിട്ട് വേണമായിരുന്നു എനിക്ക് കാഞ്ചീപുരത്ത് പോകാനായിട്ട്.
അതുകൊണ്ട് സിരിസേരിയിൽ കുറച്ച് സ്റ്റേ ചെയ്ത് ഫ്രഷൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പതുക്കെ കാഞ്ചീപുരത്തേക്ക് പോയത്. ആ പോക്കിലും അമ്മായിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കാർ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കോസ്റ്റും വലുതായിട്ട് വന്നില്ല. അതിൻ്റെ പെട്രോൾ കാശ് മാത്രമാണ് ആയത്. അപ്പോൾ ഈ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഡിസ്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടിയ ഡിസ്കൗണ്ട് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ലാഭം ഭയങ്കര കൂടുതലാണ്. പക്ഷെ എല്ലാവർക്കും ഇതായിരിക്കണം എന്നില്ല കേസ്. ബിക്കോസ് ഇപ്പം നിങ്ങൾ കോഴിക്കോടാണെങ്കിൽ കാഞ്ചീപുരത്ത് പോകുന്ന റൂട്ട് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ഇടുക്കിയിലാണെങ്കിൽ കോസ്റ്റ് വേറെ ആയിരിക്കും, റൂട്ട് വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ ട്രാവൽ കോസ്റ്റ് കണക്ക് കൂട്ടുക. എന്നിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാരിയുടെ ബജറ്റ്, അതിൻ്റെ അത് അഗൈൻ ഒരു 20-40% കുറച്ച് നോക്കിയിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കേണ്ടത്. നമ്മൾ നോർമലായിട്ട് കാഞ്ചീപുരത്തേക്ക് പോകാൻ നോക്കുമ്പോൾ കോസ്റ്റ്, ട്രെയിൻ റൂട്ട്സ്, അല്ലെങ്കിൽ എന്തൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് എടുക്കാം, അതിന് എന്തൊക്കെ കോസ്റ്റ് ആവും എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു വേർഷൻ ഞാൻ ഇതിൻ്റെ കൂടെ, ഈ വീഡിയോയുടെ കൂടെ PDF കൊടുക്കാം. അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. അതുകൊണ്ടാണ് നിങ്ങൾ ആ PDF നോക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി മറ്റൊരു ഫാക്ടർ, വെറൈറ്റി. നമുക്ക് ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ഒരുപാട് സെലക്ഷൻസ് ഉള്ള റീറ്റെയിൽ സ്റ്റോറുകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും അതിനൊരു പരിധിയുണ്ട്. എല്ലാ കളറും, നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ പാറ്റേണും അവിടെ ഉണ്ടാവണം എന്നില്ല. പക്ഷെ കാഞ്ചീപുരത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സ് കാണാൻ പറ്റും, പാറ്റേൺസ് കാണാൻ പറ്റും. അഗൈൻ അവിടെയാണല്ലോ നെയ്യുന്നത്, അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. ഇനി ഒരു കടയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഒരു വീവറിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ കിട്ടിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീവറിൻ്റെ അടുത്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ആ കാഞ്ചീപുരം എന്ന് പറയുന്ന ടൗണിൽ തന്നെ കുറേ വീവേഴ്സ് ഉണ്ട്. അപ്പോൾ യു ക്യാൻ ഗോ ടു എനി വീവർ, അല്ലെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് വീവറിൻ്റെ അടുത്ത് പോവുക. അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ നല്ല ചാൻസ് ഉള്ളത് കാഞ്ചീപുരത്താണ്. അപ്പോൾ ആ ഒരു വെറൈറ്റി ഉണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അഗൈൻ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു സാരി മേടിക്കാൻ വേണ്ടി, അതായത് കല്യാണ പെണ്ണിൻ്റെ സാരി മേടിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ കാഞ്ചീപുരത്ത് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് മൈറ്റ് നോട്ട് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മേ ബി ഈ ട്രാവൽ കോസ്റ്റ് നിങ്ങൾക്ക് കവർ ആവണം എന്നില്ല. എൻ്റെ കേസിൽ എനിക്കുള്ള സാരി എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മായിമ്മ, നാത്തൂൻ, അമ്മായിമാർ, കുഞ്ഞമ്മമാർ, അപ്പച്ചിമാർ എല്ലാവർക്കുമുള്ള സാരി ഞാൻ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ നാട്ടിൽ, മറ്റുള്ളവർക്കും എടുത്തു കൊടുക്കുക. അങ്ങനെ എടുക്കുന്ന സാരികളും അവിടെ നിന്നാണെങ്കിലാണ് നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് വരിക. കാരണം ഈ ട്രാവൽ കോസ്റ്റിൻ്റെ വേ അബവ് ആയിരിക്കും അതിനൊക്കെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ലാഭം. കാരണം ഇത്രയും സാരികൾ നാട്ടിലെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല വില വരും. അതേസമയം കാഞ്ചീപുരത്ത് പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വില വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറേ സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4-5 സാരി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷനാണ് കാഞ്ചീപുരത്ത് പോയി എടുക്കാന്നുള്ളത്. പക്ഷെ ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം, കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കാഞ്ചീപുരത്ത് പോകുന്നത് നല്ലോണം ആലോചിച്ച് വേണം. അഗൈൻ ഈ ട്രാവൽ കോസ്റ്റ് ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കണം. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കത് വർത്ത് ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അഗൈൻ ട്രാവൽ ഇൻവോൾവ് ആണ്, കോസ്റ്റ് ഇൻവോൾവ് ആണ്, ഇതിനെല്ലാം കവർ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് മാത്രമേ ആ ഡിസിഷൻ എടുക്കാവൂ. അപ്പോൾ ഇതാണ് എൻ്റെ വേർഡിക്ട്. നമ്മുടെ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അത് വർത്ത് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചിട്ട് ഡിസിഷൻ എടുക്കുക. എനിവേ എനിക്ക് നല്ല വർത്തായിരുന്നു ആ ട്രാവൽ. അങ്ങനെ പോയി എടുത്തുകൊണ്ട് എനിക്ക് നല്ലോണം എന്താ പറയുക, കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടായി, നല്ലോണം ലാഭം ഉണ്ടായി. സോ ദാറ്റ് വാസ് അബൌട്ട് മൈ വീഡിയോ. ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൽ. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഞാൻ ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.